യെസ്, PM ശ്രീ പദ്ധതിയിൽ ചേരാനുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. കേന്ദ്ര നിബന്ധനകൾ അംഗീകരിച്ച മറ്റു വകുപ്പുകളും പദ്ധതികൾ നടത്തുന്നുണ്ട്. കേന്ദ്രവിഹിതം വെറുതെ കളയാൻ കഴിയില്ല എന്നതാണ് നിലപാട്. അതെ, അത് കുട്ടികളോട് ചെയ്യുന്ന തെറ്റാകുമെന്നാണ് മന്ത്രി നിലപാട് വ്യക്തമാക്കുന്നത്. വിഷയം നാളത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. മുഖ്യമന്ത്രിയുടെ നിലപാടും വിദ്യാഭ്യാസ വകുപ്പിന് അനുകൂലമാണ്. വിജിൻ വായന്തോട വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ, PM ശ്രീയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് നിലപാട് വ്യക്തമാക്കിയതാണ്. മുഖ്യമന്ത്രി ഇതിനോട് അനുകൂല നിലപാട് തന്നെയാണ്. അതിന് ന്യായമായി പറയുന്നത്, നിലവിൽ അതൊരു കേന്ദ്ര ബ്രാൻഡിങ്ങിന് തയ്യാറെടുക്കുക എന്നതിനപ്പുറം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കുക എന്നതാണ്. അതായത് അതിന് വഴങ്ങാതെ തന്നെ നേടിയെടുക്കാൻ കഴിയുമെന്ന അവകാശവാദമൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അത് പ്രായോഗികമാകില്ല എന്ന് മുൻ അനുഭവങ്ങളുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ CPIയുടെ എതിർപ്പൊന്നും ഇപ്പോൾ കാര്യമാക്കേണ്ട. കുട്ടികൾക്ക് കിട്ടേണ്ട, സംസ്ഥാനത്തിന് കിട്ടേണ്ട ആ കോടിക്കണക്കിന് ഫണ്ട് അത് ലഭിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ചേരുന്നതിനെ ന്യായീകരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രിയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാടും. ജിൽസി സൈഫുദ്ദീൻ, അങ്ങനെയാണ് കുറേ കാലമായി വലിയ ചർച്ചകളൊക്കെ PMC പദ്ധതിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. ഒപ്പം തന്നെ മന്ത്രിസഭ യോഗം ചർച്ചയ്ക്ക് എടുത്തപ്പോൾ CPI ഇതിൽ വലിയ എതിർപ്പ് ഉന്നയിക്കുകയും തുടർന്ന് LDFൽ ചർച്ച ചെയ്തൊരു ധാരണയെത്തിയ ശേഷം പദ്ധതി നടപ്പിലാക്കാം എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി അന്ന് നിലപാടെടുത്തത്. പക്ഷേ ഈ കേന്ദ്ര സർക്കാരുമായി നിരന്തരം, കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പുമായി നിരന്തരം മന്ത്രി ഉൾപ്പെടെ ചർച്ച നടത്തിയിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി പലതവണ ചർച്ച നടത്തി, ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച നടത്തി. പക്ഷേ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും നിലവിൽ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഈ നിലപാട്, നിലവിൽ ഇപ്പോൾ PM ശ്രീയിൽ ചേരാനുള്ള നിലപാട്, അതുമായി മുന്നോട്ട് പോകാം എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉറച്ചു നിൽക്കുന്നത്. കാരണം ഏകദേശം 1466 കോടി രൂപയാണ് ഈ PM ശ്രീ പദ്ധതിയിൽ ചേരാത്തതിന്റെ ഭാഗമായി ലഭ്യമാകാതിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വിഹിതങ്ങളാണ്, SSKക്ക് ഉൾപ്പെടെ ലഭിക്കേണ്ട വിഹിതമാണ് അത് തടഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് PM ശ്രീയിൽ ചേരാത്തതിന്റെ ഭാഗമായി, PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി ഏകദേശം 100 കോടി രൂപയ്ക്ക് അടുത്ത് മാത്രമാണ് ലഭ്യമാകേണ്ടത്. പക്ഷേ അതിന് പുറമെയുള്ള തുകയാണ് ഈ 1466 കോടി രൂപ എന്ന് പറയുന്നത്. അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ തുകയാണ്. കാരണം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള വിഹിതങ്ങൾ വെട്ടിക്കുറക്കുകയും ഒപ്പം തന്നെ സാമ്പത്തികമായ പ്രതിസന്ധിയിൽ തുടരുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന് ഈ പണം നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള ഉറച്ച നിലപാട് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതേ നിലപാടിലാണ് മന്ത്രിയും ഉറച്ചു നിൽക്കുന്നത്. കാരണം ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടില്ലെങ്കിൽ ഈ മന്ത്രിസഭയുടെ കാലപരിധി അവസാനിക്കാൻ ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു തീരുമാനമെടുക്കുകയും ഇപ്പോൾ ഈ തീരുമാനവുമായി മുന്നോട്ട് പോവുകയും ചെയ്തില്ലെങ്കിൽ അത് വിദ്യാർത്ഥികളോട് ചെയ്യുന്ന തെറ്റായിരിക്കും, ഭാവി തലമുറയോട് ചെയ്യുന്ന തെറ്റായിരിക്കും എന്നുള്ള ഉറച്ച നിലപാട് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. അതിന് പ്രധാനമായും കാരണമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഉറച്ച പിന്തുണയുമുണ്ട്. കാരണം കാലങ്ങളായി നടത്തിയ ചർച്ചകൾക്ക് ഒന്നും ഒടുവിൽ ഒരു പരിഹാരം കാണാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. നിയമപരമായ ഒരു നേരിടുന്ന സാഹചര്യത്തിലേക്കൊക്കെ കടന്നാൽ അത് കാലങ്ങൾ നീണ്ടുപോകുന്ന നിയമപോരാട്ടമായി മാറും. നമുക്കറിയാം, തമിഴ്നാട് സർക്കാർ ഇതേ രീതിയിൽ നിയമപോരാട്ടത്തിലാണ്. സുപ്രീം കോടതിയിൽ ഹർജിയുമായി പോവുകയും ആ ഹർജി ഇപ്പോഴും സുപ്രീം കോടതിയിൽ നിലനിൽക്കുകയുമാണ് ചെയ്യുന്നത്. അതിലൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടുമില്ല. മറ്റ് കേന്ദ്ര വിഹിതം നൽകുന്നതുമായി ബന്ധപ്പെട്ട, തടഞ്ഞു വെച്ചതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും ഇപ്പോഴും സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെ ഹർജികൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിലും തീരുമാനമായിട്ടില്ല. അങ്ങനെയുള്ള കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഫെഡറൽ തത്വങ്ങളുടെ ലംഘനം എന്നൊക്കെ ചൂണ്ടിക്കാട്ടി നടത്തുന്ന നിയമപോരാട്ടങ്ങൾ നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഈ 1466 കോടിയോളം രൂപ അത് നഷ്ടപ്പെടുത്തേണ്ടതില്ല. വിദ്യാഭ്യാസ വകുപ്പിന് എത്രയും പെട്ടെന്ന് ആ പണം ലഭ്യമായാൽ മറ്റ് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് നാളെ മന്ത്രിസഭാ യോഗം ചേരുന്നത്. ഈ മന്ത്രിസഭാ യോഗം എത്ര കണ്ട് നിർണായകമാണ്? പ്രത്യേകിച്ചും CPIയുടെ ഒരു വലിയ എതിർപ്പും വിമർശനവും അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നാളെ മന്ത്രിസഭാ യോഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ മുന്നണിക്കകത്ത് ഇക്കാര്യത്തിൽ ഒരു സമവായത്തിലെത്തിയതിനു ശേഷമായിരിക്കും നാളത്തെ മന്ത്രിസഭാ യോഗം എന്ന് കരുതുന്നുണ്ടോ? അതോ മന്ത്രിസഭാ യോഗത്തിൽ നാളെ CPI മന്ത്രിമാർ അവരുടെ വിമർശനവും എതിർപ്പും ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ടോ? സൈഫുദ്ദീൻ, ഇക്കാര്യത്തിൽ നിലവിൽ LDF ചേരുന്ന സാഹചര്യം എന്തായാലും ഇന്ന് ഇല്ല. അതുകൊണ്ട് തന്നെ നാളെ രാവിലെയാണ് മന്ത്രിസഭാ യോഗം ചേരുന്നത്. അതിനിടയിൽ LDF ഒരു അനൗദ്യോഗികമായ ചർച്ചകൾ, ധാരണയിലേക്ക് എത്താനുള്ളൊരു നീക്കമൊക്കെ നടത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം CPIയുടെ എതിർപ്പ് ഒഴിവാക്കാനുള്ള നീക്കം അത് സ്വാഭാവികമായും CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അത്തരത്തിലുള്ള ചർച്ചകൾ ഒരുപക്ഷെ നടത്തി നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ മറ്റ് തർക്കങ്ങളില്ലാതെ മുഖ്യമന്ത്രി കൂടി നിലപാട് കർശനമായി ഇത് PM ശ്രീയിൽ ചേരണം എന്ന
നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ സ്വാഭാവികമായും CPIയുടെ എതിർപ്പിന് എന്ത് പ്രസക്തി എന്നുള്ള കാര്യം ഉണ്ട്. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടതാണ്, മുഖ്യമന്ത്രി അവസാനമായ ഒരു തീരുമാനം വ്യക്തമാക്കിയാൽ അതിനപ്പുറത്തേക്ക് പോകാൻ CPI നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ ഈ നിലപാട് CPI മന്ത്രിസഭാ യോഗത്തെ അറിയിക്കുമെങ്കിലും പക്ഷേ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാം എന്നുള്ള നിലപാട് മന്ത്രിസഭാ യോഗത്തെ അറിയിച്ചാൽ അത് തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. കാരണം വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരം നിലപാട് സ്വീകരിക്കുന്നത്, അതായത് ഇത്രയും കാലത്തിന് ശേഷം വർഗീയമായി RSS അജണ്ട നടപ്പിലാക്കപ്പെടും എന്നൊക്കെ പറയുമ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് SCERT പാഠപുസ്തകങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഈ ഗാന്ധിപഥം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ NCERT ഒഴിവാക്കുന്ന സാഹചര്യമുണ്ട്, പാഠ്യപദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയ സാഹചര്യമുണ്ട്. പക്ഷേ NCERT അത് പഠിപ്പിക്കുന്നുമുണ്ട്. ആ നിലപാടുമായി തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. അതിൽ അങ്ങനെ ഒരു നിബന്ധന അത് അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം PM ശ്രീ പദ്ധതിയിൽ ചേർന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ല എന്ന ന്യായീകരണമാണ്. അതിന്റെ ബൈലോ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ഒരുപക്ഷെ മന്ത്രിസഭാ യോഗത്തിൽ അത് ചൂണ്ടിക്കാട്ടാനാണ്, വിദ്യാഭ്യാസ മന്ത്രി ചൂണ്ടിക്കാട്ടാനാണ് സാധ്യത. ഒപ്പം തന്നെ CPIയുടെ വകുപ്പുകൾ, കൃഷി വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ ഇത്തരം നിബന്ധനകൾ കൂടി അംഗീകരിച്ച് ഇങ്ങനെ ഒരു പ്രവർത്തനങ്ങൾ, പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് എന്ന കാര്യം മന്ത്രി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതിനർത്ഥം പിന്നെ നിങ്ങൾ എന്തിന് പണം വാങ്ങി, നമുക്ക് മാത്രം പണം വാങ്ങാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്നുള്ള നിലപാട് ഒരുപക്ഷെ വിദ്യാഭ്യാസ മന്ത്രി തിരിച്ചു ചോദിക്കും. അതിൽ കുരുങ്ങാനാണ് CPI സാധ്യത എന്നുള്ളതാണ്. CPI മന്ത്രിമാർക്ക് അതിൽ എന്ത് മറുപടി നൽകാൻ കഴിയും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.